എണീറ്റാ നമ്മളിപ്പോ എത്തും. ഇവിടെ അടുത്തല്ലേ ഈ കൊടികുത്തിമല? ആ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? താജു, ഇപ്രാവശ്യം 75 കുപ്പിയുള്ളൂ കേട്ടാ. ഈ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. എന്താടാ വയ്യ എനക്ക്? വിചാരിച്ച പോലെ ഒരു ഡീൽ അങ്ങ് സെറ്റ് ആയില്ല. അതാ. ആ, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഭാഗല്ലേ. ഞാൻ കുറച്ച് ദിവസം എന്നോട് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു, ഈ ഇങ്ങനെ നടക്കാനാ പ്ലാൻ? ഒന്നും ശരിയായില്ലേ അച്ഛ? ജീവിതം അങ്ങനെ കിടക്കുകയല്ലേ? നോക്കണം, പറ്റിയ ഒരാളെ കിട്ടിയതായിരുന്നു. എന്നിട്ട് പറഞ്ഞു നോക്കി, നടക്കൂലമ്മ. പറഞ്ഞിട്ട് നടക്കാത്തതാണോ? അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരുത്തുണ്ട്, എത്ര കൊല്ലായി കെട്ടിപ്പോഞ്ഞ് വെച്ച് നടക്കണ്. എന്നിട്ടിപ്പം എന്താ, രണ്ടും കെട്ട അവസ്ഥയായി. അതാരാ? നമ്മുടെ ഷെറീൻ. എനിക്കൊന്നും അറിയില്ല എന്നാ ഓൻ്റെ വിചാരം. ആ, എന്നേലും അവളോട് പറയായിരിക്കും. എടാ അജേഷേ, ദുവമുള്ള തന്നെ ചാരി കിടന്ന് ഉറങ്ങുന്നേ. ഷോ, ഒറ്റ യാത്ര കൊണ്ട് അത്ര എത്തിയ കൊച്ചു കള്ള. അല്ലടോ, ഇങ്ങനെയാണ് ഒരു ദിവസം കൂടി കറങ്ങുകയാണെങ്കിൽ അടുത്ത ആഴ്ച കല്യാണം നടത്താലോ? പോടാ. ഓ, എൻ്റെ ഒരു നാണോ. എടാ പിന്നെ ഇങ്ങനെ നാണിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് പോയിട്ട് കാര്യം പറ. ഈ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഇതാണ് പറ്റിയ സ്ഥലം, പറ്റിയ സമയം. അതേടാ, ഞാനും പറഞ്ഞാലൊന്നും ആലോചിക്കുക. എടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പോയി ധൈര്യമായിട്ട് കാര്യം പറ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ശരിയടാ, ഓക്കെ. പറഞ്ഞോ? നാളെ പറയാല്ലേ? പോണ്ടേ? എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ടാണ് വരാറുള്ളത്. അമീറും ഇതുപോലായിരുന്നു. ഓനി ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ജീവനായിരുന്നു. ഓരോ കുന്നും മലയും കയറാൻ പോകുമ്പോൾ അവൻ എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. ഇതുപോലൊരു കുന്നിൻ്റെ മോളിൽ വെച്ച ദുബ വരാൻ പോകുന്ന കാര്യം ഞാൻ അവനോട് പറയണേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. എനിക്ക് അവനോട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കാൻ പറ്റും. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ.
അഭിലാഷേട്ടാ എന്തു പറ്റി? അത് ആ, അജേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബാവക്ക് ഏതോ മരിച്ച വീട്ടില. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഓ അതിനെന്താ, നിങ്ങൾ ഓക്കെ അല്ലേ? എൻ്റെ അഭിലാഷേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. അത് പറ്റിപ്പോയി സൂറ. അതൊന്നും കുഴപ്പമില്ല എൻ്റെ അഭിലാഷേട്ടാ. ചെറിയ കള്ളത്തരെല്ലാം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലടേ. ആ ഇജ്ജാതി മണ്ടത്തരം കേട്ടിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞാലും കള്ളം പറഞ്ഞ് നേടുന്ന ഇഷ്ടമല്ല അഭിലാഷേട്ടാ ഇത്. നിങ്ങൾക്കത് ചേരൂല. അങ്ങനെ വരുമ്പോ നിങ്ങളോളെ മുന്നിൽ ചെറുതാവണ പോലെ തോന്നുന്നു. നിങ്ങളെ ഇഷ്ടത്തിന് അതിനേക്കാൾക്ക് ഒരുപാട് വലിപ്പുണ്ടെന്നേ. ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് സോറി പറഞ്ഞാലോ? ആ അതാണ് കറക്റ്റ്. ഇഷ്ടം പറയുന്നതിനേക്കാൾ ഇപ്പൊ പറയേണ്ടത് സോറി തന്നെയാ. കാരണം വേറെ ആരുടെ അടുത്തുനിന്നുണ്ടായാലും നിങ്ങളുടെ അടുത്തുനിന്നൊരു വിഷമം ഓൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഓള് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അഭിലാഷേട്ടാ, ഓളാ പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങളത് ഇവിടെ വെച്ച് നിർത്തണ നല്ലത്. ഓക്കിപ്പോഴും അമീറിന്റെ മണ ബാവക്ക. അതൊന്നും മനസ്സിലാക്കാത്ത ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി ബാവക്ക. അന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കാൻ ഒരുത്തിന് ഈ അജശലപ്പാട് സമ്മതിക്കില്ല. വേണ്ടി വന്ന അവളെ കോടതി വരാൻ കയറ്റു. ആ ഇതാ അടുത്തത്. എന്റെ അജേഷ് ഇജു നടങ്ങ്, വെറുതെ അവനെ മൂപ്പിക്കല്ലേ. ഞാൻ മോപ്പിക്കും, ഇനിയും മോപ്പിക്കും. കാരണം ഇവന്റെ ചെങ്ങായിയ. ബാവക്കാക്കറിയോ ഇവൻ എഴുതി കൊടുത്ത പ്രേമലേഖനം കൊണ്ട് എത്ര ആൾക്കാർ പ്രേമ സെറ്റായിരുന്നു? അങ്ങനത്തെ ഓന്റെ പ്രേമം പൊളിഞ്ഞ എനിക്ക് പൊള്ളും. സൂറ പറഞ്ഞാടാ ശരി. ഞാൻ ചെറുതായിപ്പോയി, ഒരുപാട് ചെറുതായിപ്പോയി. ഓളോട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അമീറിനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. മതിയാക്കാം, ഇതോടെ എല്ലാം നിർത്താം. നാളെ ഞാൻ അവളോട് എല്ലാം തുറന്നു പറയാൻ പോവാ.